ഹായ്, വെൽക്കം ടു ബിയോണ്ട് നോട്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അറബിക് ഫ്രാഗ്രൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു GCC കൺട്രീസിൽ ഒരു മാളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട്. അതായത് ഊതിൻ്റെയും അതേപോലെ തന്നെ ഒരു മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസിൻ്റെയും ബഹൂറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല്. ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ചിലപ്പോൾ അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. സോ ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ അതിനോട് എനിക്ക് റിമൈൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് റോയൽ ആംബർ ഊദ് ബൈ അർമ. സോ ഇതാണ് ആ ഫ്രാഗ്രൻസ് വരുന്നത്. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണത്. ഞാൻ അങ്ങനെ ഒരുപാട് മാർക്കറ്റിൽ ഇത് അത്ര എന്താ പറയുക കണ്ടിട്ടില്ല. അങ്ങനെ പോപ്പുലർ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഞാനൊരു കുറച്ച് മുന്നേ സ്റ്റെർലിംഗ് ഫ്രാഗ്രൻസ് ഉണ്ട് അർമാഫിന്റെ. അവരുടെ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഓരോ പെർഫ്യൂം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറച്ചും കൂടി ഡിഫറന്റ് ആയിട്ട് തോന്നിയ പിന്നെ പേര് കൊണ്ടും അതേപോലെ തന്നെ ആ സ്മെല്ലും എനിക്ക് ഭയങ്കരമായിട്ട് ആ ഇനീഷ്യൽ സ്നിഫിൽ തന്നെ എനിക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുന്നത്. സോ ഇത് റോയൽ ആംബർ ഊദ് ബൈ അർമാഫ്. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വി ഷേപ്പിലൊക്കെ വരുന്ന ഒരു ബോട്ടിൽ. പിന്നെ അതിന്റെ പുറത്ത് ഒരു റെക്സിനോട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലെതർ ടച്ച് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതായത് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ അതിന്റെ ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആറ്റമൈസർ എല്ലാം ഒരു ഗോൾഡ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഡിസൈൻ എന്ന് വരുന്നത്. ഇതിന്റെ പാക്കേജ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ ഒരുപാട് കാലം മുന്നേ ഇത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ആ പാക്കേജ് എവിടെയോ മിസ്സായി പോയി. സോ ആ ട്രാൻസിസ്റ്റിൽ അതിന്റെ പെയിന്റ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഈ ഒരു കോർണറിലും ഇതിലും ഇടയ്ക്കായിട്ട് അതിന്റെ ആ ഒരു പെയിന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ആ ബോട്ടിലിന്റെ ഉൾഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ ഒരു പാക്കേജ് വൈസ് വരുമ്പോൾ ഉള്ള ഒരു ഡീറ്റെയിലിംഗ്. സോ ഇതിന്റെ സ്പ്രേയർ നോക്കാം. ഒറ്റ സ്പ്രേയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ജ്യൂസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ആറ്റോമൈസർ ആണ്. അതായത് ഒരു ഗുഡ് ആറ്റോമൈസർ എന്ന് വേണമെങ്കിൽ പറയാം. സ്മെല്ല് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് നിങ്ങൾ ഒരു അറബിക് ടൈപ്പ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ ടൈപ്പ് ഒക്കെ ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിലാവും. അതായത് ഒരു ഊതിന്റെയും അതേപോലെ ഒരു വുഡി, ആംബറി ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോണമെന്ന് വരില്ല. കാരണം നല്ല സ്ട്രോങ് ആണ്. ഇനീഷ്യലി ആ സ്മെല്ലിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു വുഡിന്റെയും അതേപോലെ തന്നെ ഊതിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് നമുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പ്രോപ്പർ ഊതൊന്നും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഒരു 100 ദിർഹംസിന്റെ 100, 120 ദിർഹംസ് ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ യൂഷ്വലി ഇതിലെ നോട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നോട്ട്സിൽ സീപ്രിയോളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീപ്രിയോളൊക്കെ സാധാരണ നമ്മൾ ഈ ഊത് അക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും അതായത് ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ബജറ്റ് കാറ്റഗറിയിലൊക്കെ വരുന്നതും അല്ലെങ്കിൽ ഒരു മീഡിയം കാറ്റഗറിയിലൊക്കെ വരുന്ന പെർഫ്യൂംസിലൊക്കെ എപ്പോഴും ഊത് അക്കോർഡ് പോലത്തതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഊതാണ് യൂസ് ചെയ്യാറ്. അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഇതിന്റെ വേർഷൻ അങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ നോട്ട്സ് വരുന്നത് ഒരുപാട് നോട്ട്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂംസിൽ. സോ ഇതിന്റെ നോട്ട്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടോപ്പ് നോട്ട് വരുന്നത് ബ്ലാക്ക് പെപ്പർ, ഐറിസ്, സ്ട്രോബെറി, റുബാബ്, റാസ്ബെറി, ഓറഞ്ച്, പ്ലം, പിങ്ക് പെപ്പർ, കാർഡമം. ആൻഡ് മിഡിൽ നോട്ട് വരുന്നത് ജാസ്മിൻ, കാർനേഷൻ, ജെറേനിയം, റോസ്. ബേസ് നോട്ട് വരുന്നത് അഗർവുഡ്, വെറ്റിവർ, ലാബ്ഡനം, സിപ്രിയോൾ, ഗോയ്ക്വുഡ്, മാസ്ക്, സീദർ, പച്ചൂലി, ലെതർ, ഹണി, വാനില, ഒലിബാന. സോ ഇത്രയും നോട്ട്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഇത്രയും നോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത്രയും അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്റെ ഔട്ട് വരുന്നത്. ഒരു ഓറിയന്റൽ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ റോയൽ ആംബർ ഊദ്. സോ അത്യാവശ്യം ഒരു 12 ടു 16 അവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് നെക്സ്റ്റ് ഡേയിലും അതായത് സെൻസ് സ്ട്രിപ്പിൽ സ്മെല്ല് കിട്ടിയിരുന്നു. പക്ഷേ ഭയങ്കര മൈൽഡായി. ഈ ഒരു പെർഫ്യൂം ഭയങ്കര സ്പൈസിയാണ് സ്മെൽ ചെയ്യുന്ന സമയത്ത്. ഭയങ്കര സ്പൈസി, ലെതറി, വുഡി ഒക്കെയുള്ള ഒരു പെർഫ്യൂമാണ്. എനിക്ക് ആ സ്നിഫ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലെ ഒരു അറബിക് ടച്ച് ഒക്കെ അല്ലെങ്കിൽ ഊതിൻ്റെ ഒക്കെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള വേർഷൻ നമ്മൾ
ഭയങ്കര അനിമാലിക് ഒന്നല്ല. ഈ ഒരു നോട്ട് അത്ര അനിമാലിക് അല്ല. ബട്ട് സ്റ്റിൽ ഒരു ഊതിന്റെയും ഒരു എന്താ പറയാ വുഡിന്റെയൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം സ്ട്രോങ് ആണ് ഇൻ ദ വേ ബട്ട് അത്ര എന്താ പറയാ ഒരു അനിമാലിക്കോ അല്ലെങ്കിൽ ഭയങ്കര ഏർത്തി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് അല്ല. പക്ഷെ സ്റ്റിൽ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇതൊരു ബ്ലൈൻഡ് ബൈ അല്ല. കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇത് ആക്ച്വലി. നമ്മുടെ ഈ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിനോ അല്ലെങ്കിൽ പ്രയറിനൊക്കെ പോകുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, ഇത് നല്ല പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണത്. നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ ഇതൊരു വിന്റർ ഫ്രാഗ്രൻസ് ആണ്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് സമ്മറിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. വിന്ററിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബ് ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എയർ കണ്ടീഷൻഡ് റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര സ്മെല്ല് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഭയങ്കര പോട്ടന്റ് ആവും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അരോചകമായിട്ട് തോന്നാം. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെതറി ഒരു ഭയങ്കര റോസി ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ ദെൻ.